നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 5000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ ഉടൻ തുറക്കും എന്നൊരു വാർത്ത വന്നിരുന്നു. സജീവ ചർച്ച അത് നടക്കുക തന്നെയാണ്. ജ്യോതിഷ്യന്മാരുടെ ഇനി അനുമതി കൂടി കിട്ടണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ നിലവറ തുറക്കുമെന്ന് വ്യക്തമാവുകയാണ്. കാരണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറെ നാളുകളെ നടന്നു വരുന്ന പലതരത്തിലുള്ള കള്ളക്കഥകളും പുറത്തു വന്നതിന് പിന്നാലെയാണ്, നിലവറയിൽ എന്തെങ്കിലുമൊക്കെ ഇനി ബാക്കി ഉണ്ടാകുമോ എന്ന സംശയത്തിന് പിന്നാലെയാണ് നിലവറ തുറന്ന് പരിശോധിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വരുന്നത്. ഇതിനോടൊപ്പമുള്ള മറ്റ് 4 നിലവറകളും സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം തുറന്ന് പരിശോധിച്ചിരുന്നു. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തിന് ഏകദേശം 1 ലക്ഷം കോടി രൂപയോളം വില മതിക്കുമെന്നാണ് കരുതുന്നത്. 4 നിലവറകളിലായി സൂക്ഷിച്ചിരിക്കുന്ന ഈ നിധിയിൽ സ്വർണം, രത്നങ്ങൾ, സ്വർണ്ണ പ്രതിഭകൾ, സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയ പലതരം വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. ഇതിൽ ബി നിലവറയിലെ നിധിക്ക് ഏറ്റവും കൂടുതൽ മൂല്യമുണ്ടെന്നും കരുതുന്നു. നാഗമാണിക്യം അടക്കം ഈ അറയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ചില വിശ്വാസങ്ങളുടെ പേരിലാണ് ഈ അറ മുഖ്യമായും തുറക്കാതിരുന്നത് എങ്കിലും രാജകുടുംബത്തിനും ഈ നീക്കത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബി നിലവറയുടെ താക്കോൽ നഷ്ടപ്പെട്ടതിനാലാണ് തുറക്കാതിരിക്കുന്നത് എന്ന മറ്റൊരു പക്ഷവുമുണ്ട്. അതല്ല, മന്ത്രാക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്ഷരപ്പൂട്ടാണ് നിലവറ ഭദ്രമാക്കിയിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. 16 അടി നീളമുള്ള ശ്രീ പത്മനാഭ വിഗ്രഹത്തിന്റെ അടിയിലായിട്ടാണ് ഈ നിലവറ സ്ഥിതി ചെയ്യുന്നത്. കടുശർക്കര യോഗക്കൂട്ട് കൊണ്ട് വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളതാണ്. കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഇത് തുറന്നിട്ടുണ്ടാവണമെന്നാണ് സുപ്രീം കോടതി നിയോഗിച്ച അഡിറ്റർ വിനോദ് റോയി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. നിലവറകളിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യ വസ്തുക്കളിൽ ചിലത് അപഹരിക്കപ്പെട്ടതായി ചില ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും അതിൽ സാധ്യതയില്ലെന്നാണ് ചില മുൻ ഉദ്യോഗസ്ഥർ മേധാവികളുടെ പക്ഷം പറയുന്നത്. നിത്യനിഗൂഢമായ ബി നിലവറയെ കേന്ദ്ര ബിന്ദുവാക്കി പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ രാജീവ് അഞ്ചൽ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നും അറിയുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഭരണസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജഡ്ജി, രാജകുടുംബാംഗം, ക്ഷേത്ര തന്ത്രി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്, കേന്ദ്ര സർക്കാർ പ്രതിനിധി കരമന ജയൻ, സംസ്ഥാന സർക്കാർ പ്രതിനിധി അഡ്വക്കേറ്റ് എ വേലപ്പൻ നായർ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിൽ കണക്കെടുപ്പിന് തുറക്കാൻ ബാക്കിയുള്ളത് ഈ ഭരതകോൺ നിലവറ എന്നറിയപ്പെടുന്ന ബി നിലവറയാണ്. എ എന്ന് വിളിക്കുന്ന ശ്രീ ഭണ്ഡാര നിലവറ പോലും നൂറ്റാണ്ടുകളായുള്ള ക്ഷേത്ര സ്വത്തുക്കൾ സൂക്ഷിച്ചിരുന്ന അറയാണ് അത്. ശ്രീ പത്മനാഭസ്വാമി പ്രതിഷ്ഠയുടെ ഈ ശിരോഭാഗത്തായാണ് ഈ 2 നിലവറകളും ഉള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 2011 നടത്തിയ ആദ്യ കണക്കെടുപ്പിന്റെ 3-ാം ദിവസം ഈ അറ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. 3 വാതിലുകൾ കഴിഞ്ഞുള്ള ഉരുക്കുവാതിൽ തുറക്കാനാവാത്തതിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. തുടർന്ന് സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ഈ നിലവറയുടെ പൂട്ട് പൊളിച്ച് അകത്ത് കയറാനുള്ള ആലോചന നടത്തിയെങ്കിലും അതും ഉപേക്ഷിച്ചു. പിന്നീട് ഇത് തുറക്കുന്നത് കോടതി തടയുകയും ചെയ്തു. ബി നിലവറയുടെ 3-ാമത്തെ വാതിൽ തുറന്നപ്പോൾ വെള്ളിക്കട്ടികൾ നിരത്തിവെച്ച നിലയിൽ കണ്ടിരുന്നു. ബ്രഹ്മകലശമടക്കമുള്ള ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളി വിളക്കുകളും വെള്ളിക്കുടങ്ങളും ഉണ്ടായിരുന്നു. ഉരുക്കുവാതിൽ തുറന്നാൽ താഴേക്ക് ഇറങ്ങാൻ പടികളുള്ളതായും താഴെ നിന്നുള്ള ഇടനാഴിക്ക് ഇരുവശത്തുമുള്ള അറകളിലായാണ് കൂടുതൽ ശേഖരണവും സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. എ നിലവറ തുറന്നപ്പോഴും സമാന രീതിയായിരുന്നു കണ്ടിരുന്നത്. സ്വർണം പോലെ തന്നെ ലക്ഷക്കണക്കിന് വെള്ളി നാണയങ്ങൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സൂക്ഷിച്ചിട്ടുണ്ട്. വെള്ളി മണികൾ, വിഗ്രഹങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുടെ കിലോ കണക്കിന് ശേഖരണവും കണക്കുകളിൽ പറയുന്നുണ്ട്. ഇതൊന്നും എ നിലവറയിൽ ഉണ്ടായിരുന്നില്ല. ക്ഷേത്രവളപ്പിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൊടിമരത്തിൽ വെള്ളി പൂശാനായി ഭരതകോൺ നിലവറയിൽ നിന്ന് വെള്ളിക്കട്ടികൾ എടുത്തതായി പഴമക്കാർ പറയുന്നുണ്ട്. അതേസമയം 7 തവണ മുൻപ് ബി നിലവറ തുറന്നിട്ടുള്ളതായി സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇത് തിരുവിതാംകൂർ രാജകുടുംബാംഗം തള്ളിക്കളയുകയും ചെയ്തു. ആദ്യ അറ മാത്രമാണ് തുറന്നത് എന്നാണ് രാജകുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. 1.5 ലക്ഷം കോടിയോളം വില വരുന്ന ക്ഷേത്രത്തിലെ അമൂല്യമായ സമ്പത്തിൽ ഭൂരിഭാഗവും കണ്ടെത്തിയത് എയിൽ നിന്നാണ്. കുലശേഖര പെരുമാൾ കിരീടം, കോടികൾ വിലമതിക്കുന്ന രത്നങ്ങൾ പതിച്ച തങ്ക വിഗ്രഹങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, മരതകം, വജ്രം തുടങ്ങിയവ പതിച്ച ശരപ്പുളിമാലകൾ, അമൂല്യ രത്നങ്ങൾ ഉൾപ്പെടെ വൻ ശേഖരണമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും അത് വീണ്ടും തുറക്കുമ്പോൾ ചർച്ചകൾ സജീവമാവുകയാണ്. എന്തും സംഭവിക്കാൻ, ബി നിലവറ തുറന്നാൽ ലോകാവസാനം ഉണ്ടാകുമെന്നൊക്കെ തന്നെ പഴമക്കാർ മുമ്പ് പറഞ്ഞിരുന്നു. നമുക്ക് കണ്ടറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. ബി നിലവറ തുറക്കുമോ ഇല്ലയോ എന്ന ചർച്ച വീണ്ടും സജീവമാകുമ്പോൾ അത് തുറന്നു തന്നെ കാണണമെന്ന് തന്നെയാണ് പൊതുജനങ്ങളും പറയുന്നത്. കാരണം പലരും ഇത്തരത്തിൽ ഇതിനകത്ത് എന്തൊക്കെയോ വലിയ സംഭവവികാസങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിനെ കൂടി മാനിച്ചുകൊണ്ട്, വിശ്വാസത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് അത് തുറന്ന് അതിനകത്തുള്ള കണക്കുകൾ തിട്ടപ്പെടുത്തേണ്ടതുണ്ടെന്ന് തന്നെയാണ് ആവശ്യവും മുന്നോട്ട് വരുന്നത്.